ഡേഞ്ചർ കോയിൻ ടാസ്ക് ആ ടാസ്ക് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ വിഷയങ്ങൾക്ക് വഴി തെളിയിച്ചത്. ആരാണ് ശരണ്യയെ ഉപദ്രവിച്ചത്, ആരാണ് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത് എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജിൻഡോയുടെ കൈയല്ല, അത് ഗബ്രിയാണ് പിടിച്ചു വലിക്കുന്നത് എന്നാണ് വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നത്. അതോ അവിടെ ജിൻഡോയെ പിടിച്ചു മാറ്റാൻ വന്ന അർജുന്റെ കയ്യിൽ അവിടെ മുടി വന്നതാണോ എന്നുള്ള തരത്തിലൊക്കെ അവിടെ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിൽ അത് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ അന്നത്തെ ആ വീഡിയോകൾ മുഴുവൻ പ്ലേ ചെയ്തു. അവിടെ ഋഷിയെ പിടിക്കുന്നതും അതുപോലെ തന്നെ ഗബ്രിയുമായിട്ട് വഴക്കുണ്ടാവുന്നതും അതുപോലെ ശരണ്യയുടെ ഇഷ്യൂവും അവിടെ എല്ലാം കാണിച്ചു. പക്ഷേ അവിടെ മുടി ആരാണ് പിടിച്ചു വലിച്ചത് എന്നുള്ള കാര്യത്തിൽ ബിഗ് ബോസിന് ക്ലാരിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ബിഗ് ബോസിന് ക്ലാരിറ്റി ഉണ്ടായിട്ട് നമുക്കത് കാണിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും ആ ഒരു വീഡിയോ അവർ പ്ലേ ചെയ്ത് കാണിച്ചെങ്കിലും നമുക്കത് കൃത്യമായിട്ട് ആരാണ് ചെയ്തത് എന്നതിന് ഒരു ഉത്തരം ബിഗ് ബോസ് തന്നില്ല, ലാലേട്ടനും തന്നില്ല. ആരാണ് മുടി പിടിച്ചു വലിച്ചതെന്ന് വീട്ടിലുള്ളവരോട് ഓരോരുത്തരോടായി ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ജിൻഡോയുടെ കയ്യിലായിരുന്നു മുടി എന്നാണ് അവിടെ അപ്സര പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രീധുവിന്റെ അടുത്ത് ചോദിച്ചപ്പോഴും ശ്രീധു പറഞ്ഞത് ആ കൈയിന്റെ ഉള്ളിൽ നിന്ന് മുടി പോകുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ്. പക്ഷെ ഇപ്പോഴും പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉത്തരം ബിഗ് ബോസ് തന്നില്ല, ആരായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ശരണ്യക്ക് നന്നായിട്ട് വേദനിച്ചു. ശരണ്യ അവിടെ പറയുന്നുണ്ട് 2 ദിവസം എനിക്കതിന് ഭയങ്കര ബോഡി പെയിനും ഇതൊക്കെയായിരുന്നു. പിന്നെ ആ ഗ്ലാസ്സിലോട്ട് വീണിട്ട് എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ എന്തായി വന്നേനെ എന്നുള്ളതും അവിടെ ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ ചോദ്യം വളരെ വാസ്തവമാണ്. അതങ്ങനെ ചില്ലുമിക്ക് വീണ് ശരണ്യക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ അത് കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അവിടെ ക്ലിയർ ആവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ശരണ്യയെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ്. ശരണ്യയെ ജിൻഡോ വട്ടം പിടിച്ചിരുന്നു, അത് ശരിയാണ്. പിന്നീട് വീഴാൻ പോയ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിവലി നടന്നിട്ടുണ്ട്. എല്ലാവരും ഓടി വന്ന് പിടിച്ചു മാറ്റാനും ഇതിനൊക്കെ ശ്രമിച്ചത് കൊണ്ട് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഗബ്രിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഗബ്രിയാണെന്ന് തെളിയിക്കാനായിട്ട് ലാലേട്ടനോ ബിഗ് ബോസോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് ഉറപ്പിച്ച് പറയാനും വയ്യ. എന്തായാലും ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട് മുടി വലിച്ചത് ജിൻഡോ തന്നെയാണോ എന്ന് 2-3 തവണ ലാലേട്ടൻ ചോദിച്ചു. പക്ഷെ എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ടീം തന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. തിരിച്ച് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് പകരം ആ വീഡിയോ കൃത്യമായി കാണിച്ചുകൊണ്ട് ആരാണ് അത് ചെയ്തത് എന്നതിന്റെ ഉത്തരം ബിഗ് ബോസ് ടീമാണ് ഞങ്ങൾക്ക് നൽകേണ്ടത്. നിങ്ങൾക്ക് അവിടെ ഇത്രയും ക്യാമറകളുണ്ട്, ആ ക്യാമറകൾ നോക്കി അതിന് കൃത്യമായി ഉത്തരം തരേണ്ടത് നിങ്ങളാണ്. അല്ലാതെ പ്രേക്ഷകർക്ക് നിങ്ങൾ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ വെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്രയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാമറകളുള്ള നിങ്ങൾക്ക് അതിന് കൃത്യമായി ഉത്തരം പ്രേക്ഷകർക്ക് തരാൻ കഴിയും. അപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ തരാത്തതാണ് എന്നാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്.